അസാധ്യമായില്ലെൻ്റെ മുന്നിലിനി ജയം എനിക്കുണ്ട്. ഒന്നും അസാധ്യമായില്ലെൻ്റെ മുന്നിലിനി ജയം എനിക്കുണ്ട്. ഞാനൊട്ടും പിന്മാറുകില്ല, വിശ്വാസ ചുവടുകൾ മുന്നോട്ട് മുന്നോട്ട്. ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ഭവിച്ചാലും പിന്മാറുകില്ല ഇനി ഞാൻ. അധികാരത്തോടെ ഇനി കൽപ്പിക്കും ഞാൻ, പ്രതികൂലങ്ങൾ മാറിപ്പോകും. ഒന്നും അസാധ്യമായില്ലെൻ്റെ മുന്നിലിനി ജയം എനിക്കുണ്ട്. അനർത്ഥമുണ്ടെന്നു ഞാൻ ഭയപ്പെടില്ല, തോൽവി വരുമെന്നും ഞാൻ ഭയപ്പെടില്ല. അനർത്ഥമുണ്ടെന്നു ഞാൻ ഭയപ്പെടില്ല, തോൽവി വരുമെന്നും ഞാൻ ഭയപ്പെടില്ല. ശത്രു ജയിക്കുമെന്നു ഭാവി നശിക്കുമെന്നു ഇനിമേൽ ഞാൻ ഭയപ്പെടില്ല. ശത്രു ജയിക്കുമെന്നു ഭാവി നശിക്കുമെന്നു ഇനിമേൽ ഞാൻ ഭയപ്പെടില്ല. ഞാനൊട്ടും പിന്മാറുകില്ല, വിശ്വാസ ചുവടുകൾ മുന്നോട്ട് മുന്നോട്ട്. ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ഭവിച്ചാലും പിന്മാറുകില്ല ഇനി ഞാൻ. അധികാരത്തോടെ ഇനി കൽപ്പിക്കും ഞാൻ, പ്രതികൂലങ്ങൾ മാറിപ്പോകും. ഒന്നും അസാധ്യമായില്ലെൻ്റെ മുന്നിലിനി ജയം എനിക്കുണ്ട്. രോഗത്തിനോ ഇനി ശാപത്തിനോ പാപത്തിനോ ഞാൻ അധീനയല്ല. രോഗത്തിനോ ഇനി ശാപത്തിനോ പാപത്തിനോ ഞാൻ അധീനയല്ല. സാത്താന്യ ശക്തി എന്മേൽ, ശാപബന്ധനത്തിന്മേൽ ജയം എനിക്കുണ്ട്. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും വായിക്കാം. പത്രോസിൻ്റെ 1-ാമത്തെ ലേഖനം 3-ാം അധ്യായം 14-ാം വാക്യം. നീതി നിമിത്തം കഷ്ടം സഹിക്കേണ്ടി വന്നാലും നിങ്ങൾ ഭാഗ്യവാന്മാർ. നീതി നിമിത്തം കഷ്ടം സഹിക്കേണ്ടി വന്നാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. അവരുടെ ഭീഷണികൾ നിങ്ങൾ ഭയപ്പെടുകയും കലങ്ങുകയും അരുത്. ഭീഷണിപ്പെടുത്തിയെന്ന് വരും, പേടിക്കരുത്. അവരുടെ ഭീഷണത്തിങ്കിൽ ഭയപ്പെടരുത്, കലങ്ങുകയും അരുത്, പരിഭ്രാന്തരാകരുത്, പരിഭ്രമിക്കരുത്. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, നിങ്ങൾ ഭ്രമിക്കുകയും അരുത്. അവരുടെ ഭീഷണത്തിങ്കിൽ കലങ്ങുകയും ഭയപ്പെടുകയും അരുത്. 17-ാം വാക്യം. നിങ്ങൾ കഷ്ടം സഹിക്കണമെന്ന് ദൈവഹിതമെങ്കിൽ തിന്മ ചെയ്തിട്ടല്ല നന്മ ചെയ്തിട്ട് സഹിക്കുന്നത് ഏറ്റവും നന്ന്. നിങ്ങൾ കഷ്ടം സഹിക്കണമെന്ന് ദൈവഹിതമെങ്കിൽ തിന്മ ചെയ്തിട്ടല്ല നന്മ ചെയ്തിട്ട് സഹിക്കുന്നത് ഏറ്റവും നന്ന്. ദൈവസന്നിധിയിൽ പ്രസാദം. ക്രിസ്തുവും നമ്മെ ദൈവത്തോടടുപ്പിക്കേണ്ടതിന് നീതിമാനായി നീതികെട്ടവർക്ക് വേണ്ടി പാപനിമിത്തം ഒരിക്കൽ കഷ്ടമനുഭവിച്ചു. നീതിമാനായി നീതികെട്ടവർക്ക് വേണ്ടി പാപനിമിത്തം, അവരുടെ പാപനിമിത്തം ക്രിസ്തു ഒരിക്കൽ കഷ്ടമനുഭവിച്ചു. ജഡത്തിൽ മരണശിക്ഷ ഏൽക്കുകയും കർത്താവ് സ്വന്തം ശരീരത്തിൽ മരണശിക്ഷയേറ്റു. ആത്മാവിൽ ജീവിപ്പിക്കപ്പെടുകയും ചെയ്തു. പിതാവായ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചു. ആത്മാവിൽ അവൻ ചെന്ന് പണ്ട് നോഹയുടെ കാലത്ത് പെട്ടകമൊരുക്കുന്ന സമയം ദീർഘക്ഷമയോടെ ദൈവം കാത്തിരിക്കുമ്പോൾ അനുസരിക്കാത്തവരായി തടവിലുള്ള ആത്മാക്കളോട് പ്രസംഗിച്ചു. തടവിലുള്ള ആത്മാക്കളോട് പാതാളത്തിലേക്ക് പോയി തടവിലുള്ള ആത്മാക്കളോട്, പാതാളത്തിൻ്റെ തടവറയിൽ കിടക്കുന്ന ആത്മാക്കളോട് കർത്താവ് പ്രസംഗിച്ചു. എന്തുകൊണ്ട്? ഈ കഷ്ടത കൊണ്ട് അനേകരെ സ്വർഗ്ഗത്തിലാക്കുവാൻ കഴിഞ്ഞു. അതുകൊണ്ടാണ് എബ്രായ ലേഖന കർത്താവ് പറയുന്നത് 12-ാമത്തെ ആദ്യവാക്യം, ആകയാൽ നാമും സാക്ഷികളുടെ വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും
മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. വിശ്വാസത്തിന് നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെ നോക്കുക. തൻ്റെ മുൻപിൽ വെച്ചിരുന്ന സന്തോഷം അവൻ ഓർത്ത് അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചു കൊള്ളുവീൻ. സ്തോത്രം. ക്രിസ്തു കഷ്ടമനുഭവിച്ചു. എന്താണ്? തൻ്റെ മുമ്പിൽ ചെയ്യുന്ന ഒരു സന്തോഷം അവൻ ഓർത്തു. അനേകം പാപികൾ സ്വർഗത്തിലാകുന്നവൻ കണ്ടു. സന്തോഷം. അനേകം നരകയോഗ്യർ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിലാകുന്നവൻ കണ്ടു. സന്തോഷം. തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം അവൻ ഓർത്തു. കൊള്ളക്കാരും കവർച്ചക്കാരും രക്ഷപ്പെടുന്നു. പാവികളും മദ്യപാനികളും രക്ഷപ്പെടുന്നു. കുടുംബം കലക്കിയിരുന്നവർ രക്ഷപ്പെടുന്നു. നാടിന് പേടിസ്വപ്നമായിരുന്നവർ രക്ഷപ്പെടുന്നു. വീടാകെ കലഹവും ബഹളവും ഒച്ചപ്പാടുമായി എന്നും കണ്ണീരും കൈയുമായിരുന്ന കുടുംബങ്ങളിൽ ചിലർ രക്ഷപ്പെട്ട് ദൈവരാജ്യത്തിൻ്റെ അവകാശികളായിത്തീരുന്നു. തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം കർത്താവ് ഓർത്തു. തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം അവൻ ഓർത്തു. അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചു കൊള്ളുവീൻ. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, കഷ്ടത വരുമ്പോൾ ക്ഷീണിച്ച് മടുത്തു പോകരുത്. കഷ്ടത വരുമ്പോൾ തളർന്നു പോകരുത്. ദുരിതങ്ങൾ വരുമ്പോൾ നാം വിഷമിച്ചു പോകരുത്. അയ്യോ, ഞാനിതൊക്കെ സഹിക്കേണ്ടി വരുന്നല്ലോ എന്ന് ഓർക്കരുത്. നിരാശ വരരുത്. ഞാനിതൊക്കെ എങ്ങനെ സഹിക്കും കർത്താവേ? നിരാശ വരരുത്. അയ്യോ, ഞാൻ എന്താണ് ഇതെല്ലാം സഹിക്കേണ്ടി വന്നത്? ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു, പക്ഷേ എനിക്ക് സഹിക്കേണ്ടി വന്നല്ലോ. ഞാൻ ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ചു, എന്നിട്ട് എനിക്ക് സഹിക്കേണ്ടി വന്നല്ലോ. എനിക്ക് എപ്പോഴും കണ്ണീരും കൈയുമായി ഞാൻ എപ്പോഴും കർത്താവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, എന്നിട്ടും എനിക്ക് സഹിക്കേണ്ടി വന്നല്ലോ. കർത്താവേ, നീ എൻ്റെ പ്രാർത്ഥന കേൾക്കാഞ്ഞത് എന്താണ്? എൻ്റെ ദുരിതം മാറ്റാഞ്ഞത് എന്താണ്? എൻ്റെ വേദന മാറ്റാത്തത് എന്താണ്? എൻ്റെ രോഗം മാറ്റാഞ്ഞത് എന്താണ്? എൻ്റെ കടവും തീർക്കാത്തത് എന്താണ്? കർത്താവേ, നീ എന്താ പ്രാർത്ഥന കേൾക്കുന്നില്ലേ? ദൈവമേ, നീ ഉറങ്ങിയിരിക്കുന്നുവോ? ദാവീദ് ഒരിക്കൽ ചോദിച്ചു, ദൈവമേ, നീ ഉറങ്ങിയിരിക്കുകയാണോ? ദാവീദ് അങ്ങ് അമ്പരപ്പിലായിട്ടാണ് ചോദിക്കുന്നത്. ദൈവമേ, നീ ഉറങ്ങിയിരിക്കുകയാണോ? നീ ഒന്ന് ഉണരണമേ. നിൻ്റെ വീര്യമുള്ള ഭുജബലം ഉണർത്തി ഞങ്ങളുടെ രക്ഷയ്ക്കായി വരയണമേ. വീര്യമുള്ള ഭുജബലം ഉണർത്തി ഞങ്ങളുടെ രക്ഷയ്ക്കായി വരണമേ. ദാവീദ് പ്രാർത്ഥിച്ചു. ദൈവം ഉറങ്ങുകയല്ല പ്രിയപ്പെട്ടവരെ. ദൈവം കേൾക്കുന്നുണ്ട്, ദൈവം കാണുന്നുണ്ട്. സത്യം നിങ്ങൾ മറക്കരുത്. നിങ്ങൾ അനുഭവിക്കുന്ന യാതന യേശുക്രിസ്തു കാണുന്നുണ്ട്. മോളെ, നീ അനുഭവിക്കുന്ന വേദന യേശുക്രിസ്തു കാണുന്നുണ്ട്. യൗവനക്കാരാ, നിൻ്റെ ഹൃദയത്തിലെ ടെൻഷൻ യേശു കാണുന്നുണ്ട്. സ്നേഹിത, നിൻ്റെ കുടുംബത്തിലെ യാതന യേശു കാണുന്നുണ്ട്. നിൻ്റെ ഹൃദയത്തിൻ്റെ ഞരക്കം യേശു കേൾക്കുന്നുണ്ട്. നീ കണ്ണീരണിഞ്ഞ് ഏങ്ങലടിക്കുന്ന കർത്താവ് കേൾക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, സത്യം സത്യം, വാസ്തവമായും സത്യം. കാരണം എനിക്ക് അനുഭവമാണ്. ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ അവൻ പ്രാർത്ഥന കേട്ടു. ഞാൻ ചോദിച്ചപ്പോൾ അവൻ എനിക്ക് പറഞ്ഞു തന്നു, എനിക്ക് ആശ്വാസം തന്നു. ഞാൻ യാതനയിൽപ്പെട്ട് പെടഞ്ഞപ്പോൾ അവൻ എനിക്ക് സമാധാനം തന്നു. അപ്പനില്ലാതെ ഞാൻ അനാഥനായി വലഞ്ഞപ്പോൾ യേശു എൻ്റെ അപ്പനായി ഇറങ്ങി വന്നു. ദൈവത്തിന് സ്തോത്രം. ഒരാലോചന ചോദിക്കാൻ ആരുമില്ലാതെ ഞാൻ അമ്പരപ്പിലായി നിന്നപ്പോൾ യേശു എനിക്ക് ആലോചനക്കാരനായി വന്നു. ആരോരും തുണയില്ലാതെ നിന്നപ്പോൾ യേശു എനിക്ക് തുണയായി തണലായി വന്നു. പ്രിയപ്പെട്ടവരെ, പലരും തെറ്റിദ്ധരിച്ചപ്പോൾ യേശുവിനെ ശരിയായി ധരിച്ചുകൊണ്ട് എന്നോട് ചേർന്ന് നിന്നു. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്കത് മനസ്സിലാകുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഒരു മനുഷ്യന് മനസ്സിൽ ഏതെല്ലാം യാതിനെ അനുഭവിക്കാമോ അതിൻ്റെ പാരമ്യത്തിൽ ഞാൻ അനുഭവിച്ച മനുഷ്യനാണ്. എന്നാൽ ഭാഗ്യവശാൽ ദൈവത്തിന് സ്തോത്രം, കരുണയുള്ള കർത്താവ് എന്നോട് മനസ്സിൽ തോന്നി. ഒരു സമയത്ത് ദൈവത്തിൻ്റെ വചനം എൻ്റെ ഹൃദയത്തിലേക്ക് പാകിത്തന്നു, തൂകിത്തന്നു. വചനം എൻ്റെ ഹൃദയത്തിലേക്ക് അവൻ പാകിയിട്ടു. ആ വചനോടെ മുളച്ചു. ദൈവത്തിന് സ്തോത്രം. വചനം മുളച്ചപ്പോൾ സന്തോഷത്തിൻ്റെ കതിരുകളുണ്ടായി. സ്തോത്രം. വചനത്തിൻ്റെ വിത്ത് മുളച്ചപ്പോൾ സന്തോഷത്തിൻ്റെ കതിരായി മാറി. ആനന്ദം അലതെല്ലാം തുടങ്ങി. സമാധാനം നിറയാൻ തുടങ്ങി. കുടുംബം ശാന്തതയായി, കുടുംബം സമാധാനമായി. ദൈവമേ, കർത്താവ് കാര്യങ്ങളെല്ലാം ഏറ്റെടുത്തു. ദൈവമക്കളെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ പാവപ്പെട്ട മനുഷ്യൻ്റെ കാര്യങ്ങൾ ഏറ്റെടുത്ത ഒരു നിത്യനായ ദൈവമുണ്ട്. ഈ നിസ്സാര മനുഷ്യൻ്റെ കാര്യങ്ങളെല്ലാം നോക്കിയ ഒരു ദൈവമുണ്ട്. ഞാൻ നിങ്ങളോട് സാക്ഷ്യമായി പറയട്ടെ, നിങ്ങൾ ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ഈ അല്പായുസ് യേശുവിൻ്റെ കൈകളിലേക്ക് കൈമാറാൻ പറ്റുമോ നിങ്ങൾക്ക്? ഈ അല്പായുസ്, ഈ നിസ്സാരമായ ജീവിതം ഉടയവൻ്റെ കൈകളിലേക്ക് കൊടുക്കാമോ നിങ്ങൾക്ക്? ഏറ്റുവാങ്ങാൻ അവനുണ്ട്. മോളെ, അവൻ നിൻ്റെ നേരെ കരനീട്ടി നിൽക്കുകയാണ്. സ്നേഹിത, നിൻ്റെ നേരെ അവൻ കരനീട്ടി നിൽക്കുകയാണ്. ആണിപ്പാടുള്ള കരമാണ്. നീ സൂക്ഷിച്ച് നോക്കിയാൽ ചുടുരക്തം തുളിച്ചു വരുന്നത് കാണാം. ചുടുരക്തം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ചുടുരക്തം തുളിച്ചു വരുന്ന ആ മുറിപ്പാടിലേക്ക് നോക്കിക്കൊണ്ട് നീ നിർനിമേഷാക്ഷനായി നിന്നുകൊള്ളുക. കണ്ണിമയ്ക്കാതെ നിന്നുകൊള്ളുക. നീ നോക്കി നിന്നുകൊള്ളുക. നിൻ്റെ കണ്ണിൽ നിന്ന് കണ്ണീർ അടർന്ന് നടന്ന് വീഴും. ദൈവത്തിന് സ്തോത്രം. ആ കണ്ണീര് അവൻ്റെ കരങ്ങളിൽ വീഴും.
ആ കണ്ണീര് അവൻ കൈക്കുമ്പിളിൽ അവൻ ഏറ്റെടുക്കും. ആ കണ്ണീര് അവൻ തുരുത്തിയിലാക്കി വയ്ക്കും. നിൻ്റെ കണ്ണീര് വിലകെട്ടതല്ല. ഒരു പാവപ്പെട്ടവൻ്റെ കണ്ണീര് വിലപ്പെട്ടതാണ്, അത് വിലകെട്ടതല്ല. ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥനയുടെ കണ്ണീര് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ദൈവം സ്വീകരിക്കും. അവൻ നിൻ്റെ കാര്യങ്ങൾ ഏറ്റെടുക്കും. ഇന്ന് നിൻ്റെ ഹൃദയത്തെ മഥിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളില്ലേ, ഇന്ന് ജീവിതത്തെ ഒലച്ചുകൊണ്ടിരിക്കുന്ന യാതനകളില്ലേ, ഇന്ന് നീ വലഞ്ഞുകൊണ്ടിരിക്കുന്ന ദുരിതങ്ങളില്ലേ, എന്നാൽ അതെല്ലാം അവൻ കാണുന്നു, അവൻ അറിയുന്നു. അവനൊന്നേ നിന്നോട് പറയുന്നുള്ളൂ, നിൻ്റെ കഷ്ടകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിന്നെ വിടുവിക്കുകയും നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. സ്തോത്രം. കഷ്ടകാലത്ത് വിളിച്ചപേക്ഷിക്കുക, വിടുവിക്കാൻ യേശുവുണ്ട്. സഹിഷ്ണുതയോടെ വിളിച്ചപേക്ഷിക്കുക, വിടുവിക്കാൻ യേശുവുണ്ട്. നിൻ്റെ കഷ്ടകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിന്നെ വിടുവിക്കുകയും നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. അപ്പോൾ നീ പറയും, ദൈവം എൻ്റെ സങ്കേതവും ബലവുമാകുന്നു. കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. കഷ്ടങ്ങളിൽ അടുത്ത തുണയായി അവൻ വരും, തൊട്ടടുത്ത് വന്ന് നിൽക്കും. അവൻ നിൻ്റെ അരികത്തേക്ക് വന്ന് നിന്നിട്ട് അവൻ നിന്നെ തലോടാൻ തുടങ്ങും. നിൻ്റെ പുറം തടവി തടവി തലോടി തരും. ദൈവത്തിന് സ്തോത്രം. ആ സ്നേഹപ്രസന്നമായ കരങ്ങൾ നിന്നെ തലോടുമ്പോൾ നീ ആശ്വാസത്തിന് നെടുവീർപ്പോടെ അവനെ സ്തുതിക്കാൻ തുടങ്ങും. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ പരിനാമം മഹത്വപ്പെടട്ടെ. പ്രിയപ്പെട്ടവരെ, ദാവീദ് ഒരിക്കൽ പ്രാർത്ഥിച്ചു, എൻ്റെ ദൈവമേ, എൻ്റെ ആത്മാവ് എന്നിൽ വിഷാദിച്ചിരിക്കുന്നു. ദാവീദ് പറയുകയാണ്, എൻ്റെ ആത്മാവ് എന്നിൽ വിഷാദിച്ചിരിക്കുന്നു. എൻ്റെ ആത്മാവേ, നീ വിഷാദിച്ച ഉള്ളിൽ ഞരങ്ങുന്നതെന്ത്? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക, അവൻ എൻ്റെ മുഖപ്രകാശക രക്ഷയും എൻ്റെ ദൈവമാകുന്നെന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും. സ്തോത്രം. ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക, അവൻ എൻ്റെ മുഖപ്രകാശക രക്ഷയും എൻ്റെ ദൈവമാകുന്നെന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും. ഭാരത്തോടെ വന്നവരില്ലേ ഇവിടെ? ആകുലതയോടെ വന്നവരില്ലേ? ഭയപ്പാടോടെ വന്നവരില്ലേ? ദുഃഖത്തിൽ വാടിക്കരിഞ്ഞവരില്ലേ? യാതനയേറ്റ് പെടഞ്ഞവരില്ലേ? ജീവിതത്തിൽ സമാധാനമില്ലാതെ വലഞ്ഞവരില്ലേ? സ്നേഹിതരെ, നിങ്ങൾ പറയട്ടെ, നിങ്ങൾക്ക് ആശ്വാസകനായി യേശുവുണ്ട്. യേശു ജീവിക്കുന്നുണ്ട്. സത്യം, യേശു ജീവിക്കുന്നുണ്ട്. നിങ്ങൾ വീട്ടിൽ ചെന്ന് നിങ്ങളുടെ വീട്ടിൽ ഒരു മുറിയിൽ നിങ്ങൾ ഒറ്റയ്ക്ക് ഇരുന്നു കൊണ്ട് നിങ്ങൾ മുട്ടുമടക്കി പറയണം, കർത്താവേ, നീ ഇപ്പോൾ എൻ്റെ അരികത്തുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഞാൻ തകർന്നൊരു മനുഷ്യനാണ്. നീ ഇപ്പോൾ എൻ്റെ അടുത്ത് വന്നിരിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ കർത്താവേ, ഞാൻ വലഞ്ഞൊരു മനുഷ്യനാണ്. ഞാൻ ആവശ്യക്കാരനായൊരു മനുഷ്യനാണ്. ഞാൻ ഹൃദയം നുറുങ്ങിയാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ നീ എനിക്ക് സമീപസ്ഥനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവേ, ഞാൻ എൻ്റെ ഉള്ളൊന്ന് പകർന്നു കൊള്ളട്ടെ. ഞാൻ ചില കാര്യങ്ങൾ നിന്നോടൊന്ന് പറഞ്ഞുകൊള്ളട്ടെ, തുറന്നു പറഞ്ഞുകൊള്ളട്ടെ. ദൈവമക്കളെ, നിങ്ങൾക്ക് ഏകാന്തതയിൽ യേശു ക്രിസ്തുവുമായി സംഭാഷണം ചെയ്യാം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഏകാന്തതയിൽ നിങ്ങൾ മാറിയിരുന്ന് യേശു ക്രിസ്തുവിനോട് സംഭാഷണം ചെയ്യാം. നിങ്ങൾക്ക് ഹൃദ്യമായി സംഭാഷണം ചെയ്യാം. എല്ലാം തുറന്നു പറയാം. ചില കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾ കണ്ണീരണിയും. ചില കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾ കണ്ണീര് ഉറന്നൊഴുകാൻ തുടങ്ങും. ദൈവത്തിന് സ്തോത്രം. ചില കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾ നെടുവീർപ്പിടും. നിങ്ങൾ തെറ്റുപറ്റിയ കാര്യങ്ങളെല്ലാം ഏറ്റു പറയുമ്പോൾ അപ്പോൾ വേണ്ടായിരുന്നല്ലോ നിങ്ങൾ അങ്കലാപ്പോടെ നിങ്ങൾ ചിന്തിക്കും, അയ്യോ വേണ്ടായിരുന്നല്ലോ, തെറ്റുപറ്റിപ്പോയല്ലോ. നിങ്ങൾ അനുതാപത്തോടെ ഏറ്റു പറയുമ്പോൾ നിങ്ങളുടെ മേൽ കർത്താവിൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ തുള്ളികൾ ഒന്ന് വീഴും. ദൈവത്തിന് സ്തോത്രം. കർത്താവിൻ്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ തുള്ളി നിൻ്റെ തലമേൽ വന്ന് വീഴും. സ്തോത്രം. കാരണം നീ ഏറ്റു പറയുമ്പോൾ ദൈവത്തിൻ്റെ ഹൃദയം സന്തോഷിക്കുകയാണ്. പാപത്തെ നീ ഉപേക്ഷിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഹൃദയം സന്തോഷിക്കുകയാണ്. നീ കഷ്ടതയേൽക്കുമ്പോൾ ദൈവം ദുഃഖത്തോടെ നിന്നെ നോക്കുകയാണ്. നിങ്ങൾക്കറിയാമോ വേദപുസ്തകത്തിലെ ഏറ്റവും ചെറിയ വാക്യം, യേശു കണ്ണുനീർ വാർത്തു. ജീസസ് വെപ്റ്റ്. യേശു കണ്ണുനീർ വാർത്തു. ഏറ്റവും ചെറിയ വാക്യം. എന്തിനാ കർത്താവ് കരഞ്ഞത്? തൻ്റെ പ്രിയപ്പെട്ടൊരു കരയുന്നു കണ്ടപ്പോൾ കർത്താവ് സഹിച്ചില്ല. പ്രിയപ്പെട്ട മാർത്തയും മറിയയും കരയുന്നു. യേശുവിന് ഏറ്റവും പ്രിയപ്പെട്ടൊരു കുടുംബമാണ്. ആ കുടുംബത്തിലെ മാർത്തയും മറിയയും കരയുന്നു. കർത്താവിന് സഹിച്ചില്ല. അവരുടെ സഹോദരനെ അടക്കിയിട്ട് 4 ദിവസമായി. ലാസർ കല്ലറയ്ക്കുള്ളിലാണ്. ഈ ലാസർ കല്ലറയിൽ കിടക്കുന്നു. നാറ്റം വെച്ച് തുടങ്ങിയിരിക്കുന്നു. ആ കല്ലറയ്ക്കുള്ളിലേക്ക് തുറക്കാൻ നിർവാഹമില്ല. കല്ലറയ്ക്കുള്ളിൽ ദുർഗന്ധമായതുകൊണ്ട് എല്ലാവരും പുറത്ത് നിൽക്കുകയാണ്. കല്ലറ ഭദ്രമായി അടച്ച് മുദ്ര വെച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ആ കല്ലറയ്ക്കുള്ളിൽ ലാസറിൻ്റെ ശവശരീരം കിടക്കുന്നു. പുറത്ത് വലിയൊരു വേദനയിൽ പെടഞ്ഞുകൊണ്ട്, വിയോഗത്തിൻ്റെ ദുഃഖത്തിൽ പെട്ടുകൊണ്ട് പാവപ്പെട്ട സഹോദരിമാർ വിതുമ്പിക്കരയുന്നു. ആ കുടുംബം മരണത്തിൻ്റെ വീടാണ്. മരണത്തിൻ്റെ വീട്. എപ്പോഴും കരച്ചിലാണ്. പ്രിയപ്പെട്ടവൻ കടന്നുപോയി. ആണും തൂണുമായവൻ കടന്നുപോയി. യേശു ആ വീട്ടിൽ ചെന്നു. 4 ദിവസം കഴിഞ്ഞാണ് ചെന്നത്. സമയം വൈകിയും തോന്നാം. യേശു ആ വീട്ടിലേക്ക് ചെന്നു. സ്തോത്രം. എത്രയോ പ്രാവശ്യം കർത്താവ് ചെന്ന വീടാണിത്. എത്രയോ പ്രാവശ്യം കർത്താവ് പ്രസംഗിച്ച വീടാണിത്. എത്രയോ പ്രാവശ്യം കർത്താവിൻ്റെ ശിഷ്യന്മാർ ഒരുമിച്ച് ആഹാരം കഴിച്ച വീടാണിത്. ആ വീട്ടിലാണ് ഈ വലിയ ദുരന്തം വന്നിരിക്കുന്നത്. കർത്താവ് അങ്ങോട്ട് ചെന്നു. അവരുടെ സങ്കടം കണ്ടപ്പോൾ കർത്താവ് കണ്ണുനീർ വാർത്തു. യേശു കണ്ണുനീർ വാർത്തു. ദൈവത്തിന് സ്തോത്രം. അവിടെ നിരീക്ഷകരായി വന്ന യഹൂദന്മാർ പറഞ്ഞു, കണ്ടോ അവനോട് എത്ര പ്രിയമുണ്ടായിരുന്നു നോക്കൂ. ഈ യേശുവിന് ലാസറിനോട് എന്ത് പ്രിയമുണ്ടായിരുന്നു. കണ്ടില്ലേ, കരയുന്നു കണ്ടില്ലേ. ദൈവത്തിന് സ്തോത്രം.
എല്ലാവരും നോക്കി നിൽക്കുകയാണ്. കർത്താവ് പറഞ്ഞു, അവന് വെച്ചത് എവിടെ എന്നാണ് ചോദിക്കുന്നത്. എവിടെയാണ് വെച്ചത്? സ്തോത്രം. പാവം മാർത്ത വിചാരിച്ചു കർത്താവിന് ഈ ലാസർ മരിക്കുന്നതിന് മുമ്പ് ഒന്ന് കാണാൻ പറ്റിയില്ലല്ലോ, ഡെഡ് ബോഡിയെങ്കിലും കാണാൻ പറ്റിയില്ലല്ലോ. ഇപ്പോൾ വെച്ച സ്ഥലമൊന്ന് കാണാൻ പോവുകയായിരിക്കും. ആ വെച്ച കുഴിമാടത്തിൻ്റെ നിന്ന് ഒന്ന് പ്രാർത്ഥിക്കാനായിരിക്കും. അത്രയും മാർത്ത വിചാരിച്ചുള്ളൂ. കർത്താവെ വന്ന് കാണുക. നടന്നു. അവൻ വെച്ചത് എവിടെയെന്ന് ചോദിച്ചു. മാർത്തയും മറിയയും നടന്നു, യഹൂദന്മാർ നടന്നു, യേശുവും നടന്നു, ശിഷ്യന്മാരും നടന്നു. കുറേ പേര് ഒരുമിച്ച് കല്ലറയിലേക്ക് പോകുന്നു. 4 ദിവസം മുമ്പ് കല്ലറയിലേക്ക് പോയപ്പോൾ അന്ന് ഡെഡ് ബോഡി അവിടെ തലയിലുണ്ടായിരുന്നു. അന്ന് യേശു ഇല്ലായിരുന്നു. ഇപ്പോൾ ഡെഡ് ബോഡി ഇല്ല, യേശു ഉണ്ട്. സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. അവരങ്ങോട്ട് ചെന്നു, കല്ലറയുടെ അടുക്കൽ ചെന്നു. കർത്താവ് നോക്കി. കർത്താവ് കല്ലറയുടെ വാതിൽ അടഞ്ഞിരിക്കുന്നത് കണ്ടു. ഒരു കല്ലുരുട്ടി വെച്ചിരിക്കുകയാണ്. കല്ലറ വാതിൽക്കിൽ നിന്ന് കല്ലൊന്ന് നീക്കുവെന്ന് കർത്താവ് പറഞ്ഞു. ആ മൂടിയൊന്ന് മാറ്റുവെന്ന് പറഞ്ഞു. അടപ്പൊന്ന് മാറ്റുവെന്ന് പറഞ്ഞു. മാർത്ത ചാടി പറഞ്ഞു, വേണ്ട കർത്താവേ, വേണ്ട. കാര്യം ഡെഡ് ബോഡി കാണാൻ നിനക്ക് ആഗ്രഹമുണ്ടെന്ന് ഞങ്ങൾക്കറിയാം, ശവശരീരം കാണാൻ നിനക്ക് താല്പര്യമുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. ശരിയാണ്, പക്ഷേ വേണ്ട. ഇപ്പോൾ തുറന്നാൽ ഇവിടെ നമുക്ക് ആർക്കും നിൽക്കാനൊക്കുകയില്ല. നാറ്റം വെച്ച് തുടങ്ങി. കർത്താവേ, 4 ദിവസമായല്ലോ, നാറ്റം വെച്ച് തുടങ്ങി. അസാധ്യമെന്നാണ് മാർത്ത പറയുന്നത്. പ്രതീക്ഷയൊക്കെ പോയി കർത്താവ്, ഇനി ഒരു പ്രതീക്ഷയുമില്ല. സഹോദരങ്ങളെ, നിങ്ങളാരെല്ലാം പ്രതീക്ഷ നശിച്ചവരായിട്ട് വന്നിട്ടുണ്ട്. ഇനി ആശയില്ല. പ്രതീക്ഷ നശിച്ചു, ആശയറ്റു, നിരാശ മാത്രം ബാക്കി. ഇനി എന്താ ചെയ്യാൻ പറ്റുക? ഒന്നുകളെ ആത്മഹത്യ ചെയ്യാം, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒളിച്ചോടി പോകാം. അല്ല മോനെ, അല്ല, അതല്ല മാർഗം. ആശയറ്റപ്പോൾ ഇതാ അടുത്ത് യേശുവുണ്ട്. ആശയറ്റ് നീ വിഷമിക്കുമ്പോൾ അടുത്ത് യേശു നിൽക്കുന്നുണ്ട്. അവൻ കണ്ണുനീർ വാർത്തുകൊണ്ട് നിൽക്കുകയാണ്. അവൻ വിധിപ്പിക്കൊണ്ട് മേലോട്ട് നോക്കി പിതാവിനോട് പ്രാർത്ഥിച്ചു. നിത്യപിതാവിനോട് പ്രാർത്ഥിച്ചു. ആത്മാക്കളുടെ ഉടയവനോട് പ്രാർത്ഥിച്ചു. സൃഷ്ടാവിനോട് പ്രാർത്ഥിച്ചു. യേശു ക്രിസ്തു മേലോട്ട് നോക്കി. ദൈവത്തിന് സ്തോത്രം. അവർ കല്ല് നീക്കി. ദൈവത്തിന് സ്തോത്രം. യേശു കല്ലറയ്ക്കുള്ളിലേക്ക് തല മാത്രം അങ്ങോട്ടിട്ടു. ആ കല്ലറ ഗുഹയ്ക്കകത്തേക്ക് തല മാത്രം അങ്ങോട്ടിട്ടു. തല മാത്രം നീട്ടിക്കൊണ്ട് കർത്താവ് പറഞ്ഞു, ലാസറേ, ഒരു മുഴക്കം കേൾക്കാം, ലാസറേ. ഈ ഗുഹയ്ക്കകത്തേക്ക് ആയതുകൊണ്ട് ശബ്ദം ഇങ്ങനെ മാറ്റിൽ കൊള്ളുകയാണ്. ലാസറേ, പുറത്തു വരിക. സ്തോത്രം. എങ്ങോട്ടാണ് ശബ്ദം ചെന്നത്? പാതാളത്തിലേക്ക്. ഹല്ലേലൂയ. പാതാളത്തിലേക്ക്. അവിടെ ഗുഹയ്ക്കകത്തേക്കല്ല. ഗുഹയ്ക്കകത്തേക്ക് മുഴങ്ങിയ ശബ്ദം പാതാളത്തിൻ്റെ ഗഹ്വരങ്ങളെ പിളർന്നു. സ്തോത്രം. പാതാളത്തിൻ്റെ ഓടാമ്പലുകളെ തകർത്തു. പാതാളത്തിൻ്റെ വാതിലുകൾ ഉടച്ചു. ആ ശബ്ദം പാതാളത്തിൽ നിന്ന് ലാസറിൻ്റെ ആത്മാവിനെ കരയ്ക്ക് കൊണ്ടുവന്നു. ലാസറിൻ്റെ ആത്മാവ് ശരീരത്തിലേക്ക് മടങ്ങി വന്നു. സ്തോത്രം. യേശു കണ്ണുനീർ വാർത്തു. നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ യേശു നിങ്ങളോട് സഹതാപമുള്ളവനാണെന്ന്, നിങ്ങളെ സ്നേഹമാണെന്ന്? തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നുണ്ട് യേശുവിന് എന്നെ സ്നേഹമാണെന്ന്. ഞാൻ എത്ര മോശമായി ജീവിച്ചെങ്കിലും യേശുവിന് എന്നെ സ്നേഹമാണ്. ഞാൻ എത്ര സ്വാർത്ഥമതിയായി ജീവിച്ചെങ്കിലും യേശുവിന് എന്നെ സ്നേഹമാണ്. ഞാൻ എത്ര അഹങ്കാരിയായി ജീവിച്ചെങ്കിലും യേശുവിന് എന്നെ സ്നേഹമാണ്. ഞാൻ എത്ര അശുദ്ധനായി ജീവിച്ചെങ്കിലും യേശുവിന് എന്നെ സ്നേഹമാണ്. ദൈവവേദിയിലെ നീയും കേട്ടുള്ളൂ. നീ എത്ര അശുദ്ധനാണോ, നീ എത്ര അഹങ്കാരിയാണോ, നീ എത്ര അലസനാണോ, നീ എത്ര അഹമ്മതിയുള്ളവനാണോ, മോനെ നീ കേട്ടുള്ളൂ, മോളെ നീ കേട്ടുള്ളൂ. നിന്നെ യേശു സ്നേഹിക്കുന്നുണ്ട്. യേശു നിൻ്റെ അരികിലേക്ക് വന്നിട്ടുണ്ട്. നിൻ്റെ കടുംപിടുത്തങ്ങൾ മാറ്റുവാൻ യേശു നിൻ്റെ അരികിൽ വന്ന് വാദിക്കുകയാണ്. നിൻ്റെ ദുശാഠ്യങ്ങൾ മാറ്റാൻ യേശുവിനോട് വാദിക്കുകയാണ്. യേശു നിൻ്റെ അരികത്ത് വന്നതിൻ്റെ മേൽ തൻ്റെ കരം ഉയർത്തുകയാണ്. ആ അണിപ്പാടുള്ള കരം നിൻ്റെ മേൽ ഉയർത്തുകയാണ്. പാതാളത്തിൻ്റെ വാതിലുകൾ തുറന്ന് ആത്മാവിനെ മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കാനായി യേശു വന്നിരിക്കുകയാണ്. ആത്മാവിൽ മരിച്ചവരായി ഇന്ന് ഈ വചനം കേൾക്കുന്ന ആരെല്ലാം ഇത് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ആത്മാവിൽ മരിച്ചവർ, പാപത്തിന് ശമ്പളം മരണമത്രേ. ആത്മാവിൽ മരിച്ചവരായി പാപത്തിന് ശമ്പളമായി മരണം വാഴുന്നവരായി ആരെല്ലാം ഈ വാക്കുകൾ കേൾക്കുന്നുണ്ട്? കേട്ടുകൊള്ളൂ. യേശു വന്ന് പാതാള വാതിലുകളെ ഭേദിച്ചുകൊണ്ട് പറയുന്നു, നിന്നെ പേർ ചൊല്ലി വിളിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ബേഥാനിയിലെ കല്ലറയ്ക്കിൽ നിന്നുകൊണ്ട് ലാസറയെ പുറത്തു വരിക എന്ന് വിളിച്ചവൻ ഇപ്പോൾ നിങ്ങളുടെ അരികത്ത് വന്ന് നിന്നുകൊണ്ട് നിങ്ങളെ പേർ ചൊല്ലി വിളിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. നിങ്ങളെ വിളിച്ചത് നിങ്ങൾ ഉണർത്തുകയാണ്.
നിങ്ങളുടെ മേൽ തന്നെ ശക്തി പകരുകയാണ്, ഉണർവിൻ്റെ ശക്തി പകരുകയാണ്, ചൈതന്യം പകരുകയാണ്, ജീവൻ പകരുകയാണ്, ശക്തി, ജീവൻ്റെ ശക്തി പകരുകയാണ്, ജീവൻ്റെ ആത്മാവിനെ പകരുകയാണ്, ജീവൻ്റെ കൃപ പകരുകയാണ്. ഓ ദൈവത്തിന് സ്തോത്രം! ജീവൻ്റെ കൃപ, ജീവൻ്റെ ആത്മാവ്, ജീവൻ്റെ ശക്തി, ജീവൻ്റെ ചലനം, ജീവൻ്റെ ചൈതന്യം. ഹല്ലേലൂയ! ദൈവത്തിന് സ്തോത്രം! ജീവൻ്റെ ചൈതന്യം പകർന്നുകൊണ്ട് യേശു നിങ്ങളെ പേർ ചൊല്ലി വിളിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം! പാപത്തോടുകൂടെ പറഞ്ഞെഴുന്നേൽക്കാം, പാപത്തോടുകൂടെ പറഞ്ഞെഴുന്നേൽക്കാം, പാപത്തോട് യാത്ര പറഞ്ഞെഴുന്നേൽക്കാം, പാപത്തോട് സന്ധിയില്ലാതെ പറഞ്ഞിട്ട് എഴുന്നേൽക്കാം. ഇല്ല, ഇനി നീയുമായി വീഴ്ചയില്ല, നീയുമായി ബന്ധമില്ല, തീർന്നു. പിശാചേ, നീയുമായി ബന്ധമില്ല. സാത്താനെ, നീയുമായി എനിക്കൊരു ബന്ധമില്ല. ഉണ്ടായിരുന്നു പണ്ട്, ഞാൻ നിൻ്റെ കയ്യിൽ ഒരു കളിപ്പാവയായിരുന്നു. ദുഷ്ടപിശാചേ, നിൻ്റെ കയ്യിൽ ഞാൻ കളിപ്പാവയായിരുന്നു പണ്ട്. എന്നാൽ ഇല്ല, ഇനിയില്ല. അതെല്ലാം കഴിഞ്ഞ കഥകൾ. ദൈവത്തിന് സ്തോത്രം! ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ദൈവത്തിന് സ്തോത്രം! കഷ്ടതകൾ ജീവിതത്തിൻ്റെ ഭാഗമാണ്, മരണം ജീവിതത്തിൻ്റെ ഭാഗമാണ്, യാതനകൾ ജീവിതത്തിൻ്റെ ഭാഗമാണ്, ദുരിതങ്ങൾ ജീവിതത്തിൻ്റെ ഭാഗമാണ്. ദൈവത്തിന് സ്തോത്രം! നമുക്ക് വായിക്കാം, 1 തെസ്സലോനിക്കർ 3:3 വായിക്കാം. 1 തെസ്സലോനിക്കർ 3:3. കഷ്ടമനുഭവിപ്പാൻ നാം നിയമിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് നിങ്ങൾ തന്നെ അറിയുന്നുവല്ലോ. കഷ്ടമനുഭവിപ്പാൻ നാം നിയമിക്കപ്പെട്ടിരിക്കുന്നു. നമ്മളെ അപ്പോയിൻ്റ് ചെയ്തിരിക്കുകയാണ്. കഷ്ടം അനുഭവിപ്പാൻ നമ്മളെ അപ്പോയിൻ്റ് ചെയ്തിരിക്കുകയാണ്. കഷ്ടം അനുഭവിപ്പാൻ നാം നിയമിക്കപ്പെട്ടിരിക്കുന്നു. സ്തോത്രം! അതിനാണ് നിയമിച്ചിരിക്കുന്നത്. കഷ്ടം അനുഭവിപ്പാൻ നാം നിയമിക്കപ്പെട്ടിരിക്കുന്നു, നിങ്ങൾ അറിയുന്നുവല്ലോ. വീണ്ടും വായിക്കാം, 2 തീമോത്തിയോസ് 3:12. 2 തീമോത്തിയോസ് 3:12, അപ്പോസ്തലപ്രവൃത്തി 14:22. എന്നാൽ ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ മനസ്സുള്ളവർക്ക് എല്ലാം ഉപദ്രവമുണ്ടാകും. ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ മനസ്സുള്ളവർക്ക് എല്ലാം ഉപദ്രവം ഉണ്ടാകും. സംശയിക്കേണ്ട. ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ മനസ്സുള്ളവർക്ക് എല്ലാം ഉപദ്രവം ഉണ്ടാകും. ഉപദ്രവം ഒഴിവാക്കാൻ നോക്കണ്ട, കഷ്ടത ഒഴിവാക്കാൻ നോക്കണ്ട. വീണ്ടും വായിക്കാം, അപ്പോസ്തലപ്രവൃത്തി 14:22. വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും നാം അനേകം കഷ്ടങ്ങളിൽ കൂടി ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നുവെന്നും പ്രബോധിപ്പിച്ച് ശിഷ്യന്മാരുടെ മനസ്സ് ഉറപ്പിച്ചു പോന്നു. വിശ്വാസത്തിൽ നിലനിൽക്കണം. നാം അനേകം കഷ്ടങ്ങളിൽ കൂടി ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു. കഷ്ടങ്ങളിൽ കൂടി. ദൈവത്തിന് സ്തോത്രം! മനഃപൂർവ്വം കഷ്ടത ഏറ്റുവാങ്ങണ്ട. പക്ഷേ ജീവിതത്തിൽ വരുന്ന കഷ്ടതകൾ പുഞ്ചിരിയോടെ ഏറ്റുവാങ്ങുക. നിരാശ വരരുത്, മടുപ്പ് വരരുത്, തളർച്ച വരരുത്. ദൈവത്തിന് സ്തോത്രം! ദൈവത്തിന് സ്തോത്രം! കഴിഞ്ഞ നീ ഓർത്ത് വെറുതെ ആവശ്യമില്ലാതെ നിരാശപ്പെടരുത്. എത്ര കരഞ്ഞാലും എത്ര ശപിച്ചാലും പിന്തിരിഞ്ഞെത്തില്ല പോയ കാലം. ഇന്നാണ് നിൻ സുഖം, ഇന്നാണ് നിൻ ജയം, ഇന്നിനെ തന്നെ നീ ആശ്രയിക്കൂ. കവി പാടിയതാണ്. എത്ര കരഞ്ഞാലും എത്ര ശപിച്ചാലും പിന്തിരിഞ്ഞെത്തില്ല പോയ കാലം. ഇന്നാണു നിൻ ജയം, ഇന്നാണു നിൻ സുഖം, ഇന്നിനെ തന്നെ നീ ആശ്രയിക്കൂ. എത്ര കരഞ്ഞിട്ടും ഫലമില്ല, എത്ര ശപിച്ചിട്ടും പ്രയോജനമില്ല. പുരാകുന്നു, ശപിക്കുന്നു, ഒച്ച വയ്ക്കുന്നു, ഒരു ഫലവുമില്ല. കോപിക്കുന്നു, വെറുതെ. പോയ കാലം തിരിച്ചു വരില്ല, പോയ കാലം തിരിച്ചു വരില്ല. എന്താ ചെയ്യണം? ഇന്ന് എന്നൊരു ദിവസം കിട്ടിയിട്ടുണ്ട്. ഇന്നാണ് നിൻ സുഖം, ഇന്നാണ് നിൻ ജയം, ഇന്നിനെ തന്നെ നീ ആശ്രയിക്കൂ. ഇന്ന് നിനക്ക് കഷ്ടത മാറ്റി സുഖം തരാൻ കർത്താവിൻ്റെ അരികിലേക്ക് വന്നിരിക്കുന്നു. സ്തോത്രം! എങ്ങനെയാണത് കിട്ടുന്നത്? ഏറ്റവും വലിയ ഭാഗ്യം കിട്ടുന്നത് നമ്മുടെ പാപമോചനം കൊണ്ടാണ്. പാപമോചനം. വന്നുപോയതെല്ലാം കഴുകി കിട്ടുന്നു, സംഭവിച്ചു പോയതെല്ലാം കഴുകി തരുന്നു. എന്തൊരു ഭാഗ്യം! എന്തെല്ലാം കൊള്ളരുതായ്മകളൊന്നുവോ ഒന്നും ഓർക്കാതെ എല്ലാം കഴുകിത്തരുന്നു. എന്തെല്ലാം തിന്മകളൊന്നുവോ ഒന്നും ഓർക്കാതെ എല്ലാം കഴുകിത്തരുന്നു. എന്തെല്ലാം വളഞ്ഞ വഴികളുണ്ടായിരുന്നു ഒന്നും കണക്കാക്കുന്നില്ല. കൈക്കൂലി, അഴിമതി, മദ്യപാനം, കഞ്ചാവ്, കുടുംബത്തിലെ കലഹങ്ങൾ, വൈരാഗ്യങ്ങൾ, പകകൾ, വിദ്വേഷങ്ങൾ എല്ലാം കഴുകിത്തരുന്നു. അശുദ്ധ ജീവിതം, പുറത്തു പറയാൻ ലജ്ജിക്കുന്നതായ കൊള്ളരുതാത്ത പ്രവൃത്തികൾ, അശുദ്ധ ചിത്രങ്ങൾ, എല്ലാം അശുദ്ധ ബന്ധങ്ങൾ എല്ലാം കഴുകിത്തരുന്നു. വേണമെങ്കിൽ നിങ്ങൾക്കിത് പ്രാപിക്കാം. ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് പ്രാപിക്കാം. നിങ്ങൾ സാധാരണ കേൾക്കുന്നത് പോലെ കേട്ടാൽ പോരാ, നിങ്ങൾ പ്രസംഗങ്ങൾ കേൾക്കുന്നത് പോലെ കേട്ടാൽ പോരാ. സജീവമായൊരു അനുഭവം പ്രാപിക്കണമെന്ന് ഇന്ന് സജീവമായൊരു അനുഭവം പ്രാപിച്ച് എഴുന്നേൽക്കണം. കർത്താവേ, എനിക്കൊന്ന് മാത്രം മതി, പാപമോചനം വേണം. എൻ്റെ പാപങ്ങളെല്ലാം കഴുകിത്തരണം, വന്നതെല്ലാം കഴുകിത്തരണം, സംഭവിച്ചതെല്ലാം കഴുകിത്തരണം. കർത്താവേ, എൻ്റെ ഹൃദയത്തെ നീ കഴുകിത്തരണം. എനിക്ക് യേശുവിൻ്റെ ഹൃദയം തരണം. എൻ്റെ മനസ്സിനെ നീ കഴുകിത്തരണം. എനിക്ക് യേശുവിൻ്റെ മനസ്സ് തരണം. എൻ്റെ ചിന്താഗതികളെ നീ കഴുകിത്തരണം. യേശുവിൻ്റെ ചിന്താഗതി തരണം. എൻ്റെ മനോഭാവത്തെ നീ കഴുകിത്തരണം. യേശുവിൻ്റെ മനോഭാവം തരണം. കർത്താവേ, എൻ്റെ അവയവങ്ങളെ നീ കഴുകിത്തരണം. യേശുവിൻ്റെ അവയവങ്ങളുടെ ഭാഗമാക്കി തീർക്കണം.
എൻ്റെ ശരീരാവയവങ്ങളെല്ലാം നീ കഴുകിത്തരണം. തെറ്റുപറ്റിയ അവയവങ്ങളെ ഉള്ളൂ കർത്താവേ, തെറ്റുപറ്റിയ അവയവങ്ങൾ കർത്താവേ. നാവിൽ തെറ്റുപറ്റി, സംസാരത്തിൽ തെറ്റുപറ്റി കർത്താവേ, കണ്ണിൽ തെറ്റുപറ്റി, കാഴ്ചയിൽ തെറ്റുപറ്റി, നോട്ടത്തിൽ തെറ്റുപറ്റി കർത്താവേ. എൻ്റെ കൈകളിൽ തെറ്റുപറ്റി, അരുതായികൾ തൊട്ടു പിടിച്ചു കർത്താവെ, പ്രവർത്തിച്ചു, തെറ്റുപറ്റിപ്പോയി. എൻ്റെ കാലിൽ തെറ്റുപറ്റി, അരുതാത്ത വഴിക്ക് നടന്നുപോയി, അരുതാത്ത ഇടത്തേക്ക് നടന്നുപോയി കർത്താവെ. തെറ്റുകൾ പറ്റി, അശുദ്ധി പറ്റിയൊരു ശരീരം, അശുദ്ധി പറ്റിയൊരു ശരീരം, അശുദ്ധി പറ്റിയൊരു മനസ്സ്, അശുദ്ധി പറ്റിയൊരു ഹൃദയം കർത്താവെ. അഴുക്കായ ഒരു ജീവിതം, പിശാച് പന്താടിയ ഒരു ജീവിതം, സാത്താൻ കളിപ്പാവ് പോലെ കളിപ്പിച്ച ജീവിതം, അവൻ്റെ കയ്യിൽ കളിപ്പാവ് പോലെ കളിച്ച ഒരു ജീവിതം ഞാൻ അറിഞ്ഞില്ല കർത്താവെ. ഇത്രയും വലിയ അപകടത്തിൽ ഞാൻ പോയി എന്നറിഞ്ഞില്ല കർത്താവേ. ഇപ്പോൾ ഞാനിതാ തിരുമുമ്പാകെ വരുന്നു. നിങ്ങൾക്ക് യേശുവിൻ്റെ ഇതിലേക്ക് ഓടി അണയാം. വരുവീൻ, യേശുവിൻ്റെ ഇതിലേക്ക് വരുവീൻ, ഉള്ളു തുറക്കുവീൻ. കരുണാസമുദ്രമായ യേശുവിൻ്റെ മുമ്പിൽ വന്ന് നിങ്ങളുടെ ഹൃദയം തുറക്കുവീൻ. കരുണയുടെ വാതിക്കൽ നിങ്ങൾ മുട്ടുവീൻ. കർത്താവെ, തുറന്നു തരണമേ. അനുഗ്രഹത്തിൻ്റെ കവാടത്തിൽ മുട്ടിക്കൊണ്ട് നിങ്ങൾ പറയുവീൻ, കർത്താവെ, പാപങ്ങൾ ക്ഷമിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. വിശ്വസിക്കൂ. യേശു ക്രിസ്തുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. വിശ്വസിക്കൂ. യേശു ക്രിസ്തുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഇപ്പോൾ വേണമോ ഈ പാപമോചനം? ഇപ്പോൾ വേണമോ ഈ സൗഖ്യം? ഇപ്പോൾ വേണമോ ഈ യാതനകൾ മാറുന്ന സമാധാന ജീവിതം, സന്തോഷകരമായൊരു നല്ല ജീവിതം, സുശോഭനമായൊരു നല്ല ജീവിതം വേണമോ? ഒരു നല്ല ശോഭനമായ ഭാവിയിലേക്ക് നിങ്ങൾക്ക് നടന്നു കയറണമോ? യേശു ഇതാ വാതിൽക്കൽ നിൽക്കുന്നു. യേശുവിനെ സ്വീകരിക്കൂ, യേശുവിനെ ക്ഷണിക്കൂ, യേശുവിനെ വിളിക്കൂ. യേശുവേ, കടന്നു വരണമേ. യേശുവേ, ഈ പാവിയായ എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വരണമേ. യേശുവേ, ഈ നിസ്സാര പാവിയായ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. യേശുവേ, ഈ അല്പപ്രാണിയായ എൻ്റെ ജീവിതത്തിലേക്ക് എഴുന്നള്ളി വരണമേ. യേശുവേ, വേദനയോട് തളർന്നുപോയി ജീവിതത്തിലേക്ക് എഴുന്നള്ളി വരണമേ. യാതനയേറ്റ് പെടഞ്ഞ ജീവിതത്തിലേക്ക് എഴുന്നള്ളി വരണമേ. ദുരിതങ്ങൾ വേറിയ ജീവിതത്തിലേക്ക് എഴുന്നള്ളി വരണമേ. പാപം നശിപ്പിച്ച് കളഞ്ഞ ജീവിതത്തിലേക്ക് എഴുന്നള്ളി വരണമേ. യേശുവേ, എഴുന്നള്ളി വരണമേ. വിളിക്കൂ യേശുവിനെ, ക്ഷണിക്കൂ യേശുവിനെ, ആദരിക്കൂ യേശുവിനെ, ആരാധിക്കൂ യേശുവിനെ, സ്തുതിക്കൂ യേശുവിനെ. കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ മനോഹരമായ സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. തിരുവചനങ്ങൾക്കായി ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. കരുണയുള്ള കർത്താവേ, അവിടുത്തെ ആത്മാവിൻ്റെ ചൈതന്യം ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് പകരുന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ആത്മാവിൻ്റെ ജീവൻ ഞങ്ങൾക്ക് തരുന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. മരിച്ചുപോയ ആത്മാക്കൾ ജീവൻ തരുന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. പാപത്തിന് ശമ്പളമായി മരണം മാടുന്ന ജീവിതത്തിലേക്ക് അത്ഭുതകരമായ ജീവൻ പ്രദാനം ചെയ്ത കൃപയ്ക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കണേ. അവിടുത്തെ രണ്ടാമത്തവരെ വേണ്ടി ഒരുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ രാജകീയ നാമത്തിൽ തന്നെ. ആമീൻ. ഹല്ലേലൂയ.